CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തുടരും. ജില്ലാ കമ്മിറ്റിയിൽ SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി എന്നിവരെ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി അർജുൻ കല്യാട്. എങ്ങനെയൊക്കെയാണ് CPIMന്റെ കണ്ണൂർ ഘടകത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? സുജിയ പർവതി, അതായത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമ്മേളനം 10 പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ യുവനിരയാണ് ഈ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി എത്തിയിട്ടുള്ളത്. MV നികേഷ് കുമാർ, K അനുശ്രീ, P ഗോവിന്ദൻ, KPV പ്രീത, N അനിൽകുമാർ, CM കൃഷ്ണൻ, മുഹമ്മദ് അഫ്സൽ, സരിൻ ശശി, K ജനാർദ്ദൻ, CK രമേശൻ തുടങ്ങിയിട്ടുള്ള 10 പേരാണ് പുതുമുഖങ്ങളായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ജില്ലാ സെക്രട്ടറി കമ്മിറ്റി, പുതുതായി തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ യോഗം ചേർന്നാണ് MV ജയരാജനെ ഐക്യകണ്ഠേന തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ MV ജയരാജൻ മാറും എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും ചില വാർത്തകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. MV ജയരാജൻ തന്നെ തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് MV ജയരാജന് പകരം ചുമതല നൽകുകയും പിന്നീട് മാടായിൽ നടന്നിട്ടുള്ള ജില്ലാ സമ്മേളനത്തിൽ MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്തത്. MV ജയരാജൻ തന്നെ വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ നിർണായകമായ, കണ്ണൂരിലെ രാജ്യത്ത് തന്നെ CPMന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ പാർട്ടിയെ നയിക്കാൻ വേണ്ടി MV ജയരാജൻ തന്നെ എത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിയായതിനു ശേഷം വീണ്ടും ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് എത്തുകയായിരുന്നു MV ജയരാജൻ. ആ MV ജയരാജൻ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല, അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധമില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്കിടെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ കൂടിയും MV ജയരാജൻ തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഔദ്യോഗികമായി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ പറയും. 50 അംഗ ജില്ലാ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്ത്. ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 50 അംഗമാണ് പരമാവധി അംഗസംഖ്യ എന്നുള്ളതാണ്. PP ദിവ്യ ഈ കമ്മിറ്റിയുടെ ഭാഗമായി ഇല്ല എന്നുള്ളതും, അതായത് PP ദിവ്യയെ കഴിഞ്ഞ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്താക്കിയിരുന്നു. എന്നാൽ ദിവ്യയെ ഈ സമ്മേളനത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും 50 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 50 അംഗ ജില്ലാ കമ്മിറ്റിയെ നയിക്കുന്നതിന് വേണ്ടി മുൻപ് ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന MV ജയരാജൻ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക്. ജില്ലാ കമ്മിറ്റിയിലേക്ക് അംഗങ്ങളായി വന്നിരിക്കുന്നവരിൽ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടുന്നു. അതുപോലെ DYFIയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഒരു യുവനിര ആകെ തന്നെ ഈ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, അതുപോലെ തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള CK രമേശൻ, K ജനാർദ്ദനൻ തുടങ്ങിയിട്ടുള്ള P ഗോവിന്ദൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളും ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. 50 അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. ഒരു ജില്ലാ കമ്മിറ്റിക്ക് പരമാവധി അംഗസംഖ്യ 50 ആണ്. 50 അംഗ ഒഴിവുകൾ, സാധാരണ രീതിയിൽ ആരെയെങ്കിലും പിന്നീട് ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഒരു ഒഴിവോ അല്ലെങ്കിൽ അങ്ങനെ ഒഴിവുകൾ വെക്കുന്ന ഒരു പതിവ് CPMനുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഒഴിവ് ഇപ്പോൾ നിലവിൽ വെക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം PP ദിവ്യ സംഘടനയിലേക്ക് തെറ്റുതിരുത്തി തിരിച്ചു വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു ഒഴിവ് ഇപ്പോൾ നിലവിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും 50 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സുജിയ. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ MV ജയരാജൻ തന്നെ പാർട്ടിയെ നയിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തുടരും. 50 അംഗ ജില്ലാ കമ്മിറ്റിയിൽ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും അടക്കം ഉൾപ്പെടുന്നു.